നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കലണ്ടർ ഇയറിലെ അവസാന മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെ സമനിലയിൽ പിരിയേണ്ടി വന്നതോടെ സീസണിൽ ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിയ FC ഗോവയെ പട്ടികയിലെ 2ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടിരിക്കുന്നു. 10 മത്സരങ്ങളിൽ നിന്നും 24 പോയിന്റുകൾ നേടിയ FC ഗോവ 12 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുകൾ നേടിയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്ത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ ACL ഇഞ്ചുറി നേരിട്ട വിക്ടർ റോഡ്രിഗസിന്റെ വിടവ് FC ഗോവൻ നിരയിൽ നിഴലിച്ചു കണ്ട മത്സരത്തിൽ കാർലോസ് മാർട്ടീനസിന്റെ ഗോൾ പിറന്നെങ്കിലും വിജയം അകന്നതോടെ ആരാധകർ കാത്തിരിക്കുന്നത് ഇനി വിക്ടർ റോഡ്രിഗസിന്റെ പകരക്കാരൻ ആരാവും എന്നതറിയാൻ തന്നെയാണ്. പാതി വഴിയിൽ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ മാനലോ മാർക്കസ് എന്ന പരിശീലകൻ പരിഗണിക്കുക മാനലോ തന്നെ നേരത്തെ പരിശീലിപ്പിച്ച താരത്തെയാവും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വിക്ടറിനെ തന്നെ മാനലോ മാർക്കസ് നേരത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ തന്നെയാവും ഒഡീഷ FC നിന്നും FC ഗോവയിലേക്ക് എത്തിച്ചതെങ്കിൽ മാനലോ നേരത്തെ തന്നെ പരിശീലിപ്പിച്ചതോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള താരമോ തന്നെയാവും ഇനി പകരക്കാരനായി എത്തുക എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിക്ടർ റോഡ്രിഗസിന്റെ പകരക്കാരൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലെത്താനായിട്ടില്ല എന്നാണ് മാർക്കസ് മെർക്കുലാവോ പറയുന്നതെങ്കിൽ ആരാവും ഇനി പകരക്കാരൻ എന്നതറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.